അധ്യക്ഷൻ, ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഇവിടെ വളരെ സാരഗർഭമായ 2-3 പ്രസംഗങ്ങൾ കഴിഞ്ഞു. ഇനിയും അഭിമതരായ പണ്ഡിതന്മാർ പലരും പ്രസംഗിക്കാനുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുല്ലക്കുട്ടി ഹാജിയുടെ ഓർമ്മകൾ നമ്മളിങ്ങനെ അയവറക്കുന്ന ഒരു സന്ദർഭമാണിത്. അദ്ദേഹത്തിന്റെ സേവനത്തിന്റെ സത്ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ കൂട്ടായിക്കാർ. ഇവിടെ പ്രസംഗിച്ചവരൊക്കെ ഇവിടുത്തുകാരെല്ലാം പുറത്തുള്ള മുനവർത്തങ്ങളാണെങ്കിലും മുത്തുക്കോയത്തങ്ങളാണെങ്കിലും ഹദ്ദാത്തങ്ങൾ അവരെല്ലാവരും പുറം നാട്ടുകാരാണ്. ഇനിയും പ്രസംഗിക്കാനുള്ള മാണൂർ കാവി ഒക്കെ സംസാരിക്കാനുണ്ട്. അവരൊക്കെ പുറത്തുനിന്ന് വരുന്ന ആളുകളാണ്. അവരൊക്കെ വളരെ ബഹുമാനപൂർവ്വം അനുസ്മരിക്കുന്ന ഓർക്കുന്ന ഒരു വ്യക്തിയാണ് പ്രിയങ്കരനായ കാളി അബ്ദുല്ലക്കുട്ടി ഹാജി അവർ. അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് അദ്ദേഹത്തിന്റെ സ്മാരകം എന്ന് പറയാൻ കഴിയും ഈ ഒരു കെട്ടിടം. അത് അദ്ദേഹം തന്നെ തുടങ്ങി വെച്ചാണ്. ഞാൻ ഓർക്കുകയും ഇപ്പൊ നമ്മൾ വലിയ വലിയ സ്മാരകങ്ങളൊക്കെ ഇപ്പൊ ഈ മുഗളന്മാരൊക്കെ എടുത്ത സ്മാരകം, ഇപ്പൊ ഷാജഹാൻ എടുത്താണ് പള്ളി, വലിയ പള്ളി, താജ്മഹൽ, അത് അവരെടുത്ത കാലത്ത് അവരുടെ സ്മാരകമായിട്ട് നോക്കിയാണ് ശരിക്കും. ചെങ്കോട്ട നമ്മൾ ഷാജഹാന് വേണ്ടി എടുത്തതല്ല. ഷാജഹാൻ അതുപോലെ അബ്ദുല്ലക്കുട്ടി ഹാജി ഒരു ബിൽഡിംഗ് കണ്ടെടുത്തു, അത് അദ്ദേഹത്തിന് സ്മാരകമായിട്ട് തീരുകയാണ്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു സ്മാരകം എടുക്കും. എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സ്മാരകങ്ങളൊക്കെ ഉള്ള സ്മാരകത്തിന് പേരിടുന്ന തിരക്ക് ആൾക്കാർ. ഒരു വിമാനത്താവളം ഉണ്ടെങ്കിൽ ആ വിമാനത്താവളത്തിന് ഇന്നാളെ പേരിടുന്നു, അല്ലെങ്കിൽ ഒരു കോളേജ് ഉണ്ടെങ്കിൽ ആ കോളേജിന് ഇന്നാളെ പേരിടും. ഒരു കോളേജ് ഉണ്ടാക്കാൻ കഴിയില്ല ആൾക്കാർ. ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന്റെ പേരിടാൻ കഴിയില്ല. ഉള്ള സ്ഥാപനത്തിന് നമ്മൾ ഈ മരണപ്പെട്ട ആളുടെ പേരിടുന്നു. വലിയ കാര്യമായി. സത്യത്തിൽ അബ്ദുല്ലക്കുട്ടി ഹാജി ഒരു മഹാനാണ് തോന്നുന്നതാണ്. അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് എങ്ങനെ ഒരു മർക്കസ് മഹ്ദൂമിയത്തുൽ ഇസ്ലാമിയ വളരെ മനോഹരമായ ഒരു കെട്ടിടപാട് വന്നു. ഇത് നമ്മുടെ നാട്ടിന്റെ ഒരു വിജ്ഞാന കേന്ദ്രമായിട്ട് പരിരസിക്കട്ടെ, അങ്ങനെയാണ് അദ്ദേഹം ഓർത്തത്. അദ്ദേഹം അതിനുവേണ്ടിയാണ് ശ്രമിച്ചത്. പുറത്തുള്ള ആളുകൾക്ക് സാധാരണ പറയും, നമ്മളൊക്കെ പുറത്ത് ഒരുപാട് ആളുകൾ ഇടപഴകുന്ന ആളുകളാണ്. കൂട്ടായി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മുഹാജിർ സാഹിബ് എന്ന് പറഞ്ഞ ആളെ പറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലത്ത് ചോദിക്കുന്ന ആള് നമ്മുടെ ഖാദിയെ കുറിച്ച് എങ്ങനെയെങ്കിലും എന്തെങ്കിലും നിലയ്ക്ക് ബന്ധപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടാവും. എന്നിട്ട് ഇത്ര ഒരു പ്രായത്തിൽ ഒരിക്കലും ആ പ്രായത്തിൽ ഇത് കാണിക്കാത്ത വളരെയധികം ഊർജ്ജസ്വലനായിട്ട്, അതാണ് അതിന്റെ ഒരു അവസാന നിമിഷം വരെ വളരെ ഊർജ്ജസ്വലനായിട്ട് എന്തിനും തയ്യാറായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. നമുക്ക് വേണ്ടി സേവിച്ച് നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിലെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ തയ്യാറുള്ള ഒരാളായിരുന്നു. ഒരു പരിഹാരം ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടായിരുന്നു. അതാണ് ലീഡർഷിപ്പിന്റെ വലിയ ക്വാളിറ്റി, നേതൃത്വത്തിന്റെ വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു പരിഹാരമുള്ളായിരുന്നു. അപ്പൊ ഞാൻ പബ്ലിക് റിലേഷൻസ് ഇവിടെ പറഞ്ഞ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ആണ് പ്രവർത്തിച്ചത് 10-20 കൊല്ലം. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ബഹുജന സമ്പർക്കം, അതിന്റെ സംഗതി ശരിക്കും നമ്മൾ അബ്ദുല്ലക്കുട്ടി ഹാജി പഠിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ആളുകളായിട്ട് പെരുമാറിയത്. അവിടെ പറഞ്ഞ മനുഷ്യപ്പറ്റ് പറഞ്ഞ പ്രവാചകന്റെ വലിയ ഒരു കാര്യമായിട്ട് പറയുന്നില്ല. മനുഷ്യപ്പറ്റ്, മനുഷ്യ സ്നേഹം, ആ മനുഷ്യപ്പറ്റ ആളുകളെ നമ്മളെല്ലാവർക്കും തോന്നുന്ന അബ്ദുല്ലക്കുട്ടി നമ്മളെ ഈ ചന്ദ്രനെ കാണുന്ന പോലെ. ചന്ദ്രൻ നമ്മുടെ കൂടെയാണെന്ന് വിചാരിക്കുന്നു. അമ്പിളിമാമകനെ കാണും, അമ്പിളിമാമ നമ്മുടെ കൂടെ തിരിക്കും, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കും. അപ്പൊ നമ്മളെല്ലാവരും തിരിച്ചു അബ്ദുല്ലക്കുട്ടി നമ്മുടെ ആളാണ് എല്ലാവരും പറയും. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. ഞാൻ അങ്ങനെ പറയുന്ന വളരെ അപൂർവമായിട്ട് കേട്ടു. എല്ലാവരോടും പറഞ്ഞു എന്റെ സ്വന്തം ആളായിരുന്നു. എനിക്കും തോന്നുന്നു നമ്മള് സ്വന്തം ആളായിരുന്നു. അങ്ങനെ എല്ലാവർക്കും തോന്നിക്കാൻ കഴിയുന്ന ഒരു ഞാൻ ഓർക്കുന്ന, ഞാൻ അവസാനിപ്പിക്കാൻ പണ്ഡിതന്മാരൊക്കെ സംസാരിക്കാനുണ്ട്. കുറച്ചു കാലം മുമ്പ്, ഒരു 4-5 കൊല്ലം മുമ്പ്, എത്ര അബ്ദുൽ സാഹിബിനെ അറിയായിരിക്കും, നമ്മളൊരു ജൂബിലി ഒരു 5-6 വർഷം മുമ്പായിരിക്കും നമ്മള് അബ്ദുല്ലക്കുട്ടി ഹാജി കാളി ആയിട്ട് ഇവിടെ തെരഞ്ഞെടുക്കുക. കാളി ആയതിനു ശേഷം 25ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു. പറയാതിരിക്കാൻ വയ്യ, വളരെ ശുഷ്കമായ ഒരു സദസ്സായിരുന്നു. വേണ്ടത്ര നീതി ചെയ്തു. ഞാനും അതേ യോഗത്തിൽ പങ്കെടുത്താണ്. സംസാരിച്ചാൽ അന്ന് മുത്തുക്കോയ തങ്ങളുണ്ട്, ഹദ്ദാദ് തങ്ങളുണ്ട്, അസീസ് ബാവ സാഹിബ് അവരുണ്ട്, അവരെല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അന്ന് എനിക്കിപ്പോഴും അന്ന് പ്രസംഗിച്ച ഉബൈദുള്ള മൗലവി നമ്മുടെ കൂടെ ഇല്ല. ഞാൻ ഓർക്കണം, അന്ന് വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ് ഉബൈദുള്ള മൗലവി പറഞ്ഞത്. ഉബൈദുള്ള മൗലവി പറഞ്ഞത് 25ാം വാർഷികാഘോഷം പറഞ്ഞത് ആ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ പറയണം എന്നുള്ള ആയത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു. അനുഗ്രഹങ്ങൾ നമ്മൾ പറയുക, അതാണ് 25ാം വാർഷികം ആഘോഷിച്ചതിന്റെ ഒരു മതപരമായ ഒരു ന്യായീകരണം അദ്ദേഹം പറഞ്ഞത്.
അങ്ങനെ പറഞ്ഞു. അതിനുശേഷവും നമ്മുടെ കൂടെ വളരെ സജീവമായിട്ട് അബ്ദുള്ള കുട്ടിയാജി പ്രവർത്തിച്ചു. ഒരുപാട് സംഗതികൾ പറയാനുണ്ട്, ഞാൻ നീട്ടിക്കൊണ്ടുപോകില്ല. മുമ്പ് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ കോളേജിലൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഇവിടെ 2 or 3 ബാച്ച് അറബി അധ്യാപകന്മാർക്ക് പ്രത്യേകമായിട്ട് ട്യൂഷൻ കൊടുത്ത് അവർക്ക് ജോലി കിട്ടി. എത്രയോ അറബി അധ്യാപകന്മാർ, കൂട്ടായുള്ള അറബി അധ്യാപകന്മാര് ജോലി കിട്ടി. അദ്ദേഹം പഠിപ്പിച്ച് അവിടെ ട്യൂഷൻ കൊടുത്ത് പഠിപ്പിച്ചു. സ്വന്തം ജവാഹിറുൽ മദ്രസ 2 or 3 ബാച്ച്. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അറബി അധ്യാപകന്മാരാണ്. എന്താണ് അറബി അധ്യാപകന്മാരെ കുറിച്ച് ചോദിക്കരുത്. എന്താണ് അറബി അധ്യാപകരുടെ ഒരു കാര്യം എന്നൊക്കെ ചോദിക്കരുത്. പക്ഷെ അറബി അധ്യാപകന്മാർ ഉണ്ടായത് കൊണ്ടാണ് സമൂഹത്തിൽ ഇത്രയും മാറ്റം ഉണ്ടായത്. ഒരുപാട് അറബി അധ്യാപകന്മാരുടെ കുടുംബങ്ങളിൽ നിന്നും കുട്ടികളൊക്കെ പഠിച്ചു പോവുകയായി. നിങ്ങളറിയോ, സെക്കന്ദരാബാദിലെ ഒരു കലക്ടർ ഉണ്ട്, IAS PC ജാഫർ എന്ന കുട്ടി, അയാൾക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. ഡോക്ടർ PC ജാഫർ ഒരു അറബി അധ്യാപകന്റെ മകനാണ്. അങ്ങനെ അന്ന് പഠിച്ചതുകൊണ്ട് എത്രയോ ആളുകൾ ഉയർന്നു. അവരുടെ കുടുംബങ്ങളിലൊക്കെ ഉഷാറായി, അവരുടെ മക്കളൊക്കെ പഠിച്ച് ഉഷാറായിട്ട് വരും. ഇന്ന് കൂട്ടായി എല്ലാ നിരക്കും പുരോഗമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വേദിയിൽ തന്നെ ഹക്കീം കൂട്ടായി, AP പറയാനുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പം ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും നമുക്ക് മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ട് ഈ മഖ്ദൂമിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഈ വിദ്യാ